അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യത്തിഖില്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവേ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഞങ്ങളിൽ ഏവർക്കും വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ 2 വീഡിയോ ഇവിടെ ചെയ്തിരുന്നതെല്ലാം നോമ്പിനെ കുറിച്ചാണ്. സക്കാത്ത്, ലൈലത്തുൽ ഖദർ നോമ്പ്, ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യങ്ങൾ, രാത്രിയുടെ സവിശേഷതകൾ. ഇനി സക്കാത്തിൻ്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് പറയുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂർ 24-ാമത്തെ സൂറത്താണ് സൂറത്ത് നൂർ. അതിൽ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യഅ്തലി ഊലുൽ ഫളി മിൻകും വസ്അതി അൻ യുതു ഊലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹി വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു പറയുന്നു, വലാ യഅ്തലി ഉലൂൽ ഫളി മിൻകും വസ്അതി അൻ യുതു ഊലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹി. അല്ലാഹു പറയുന്നു, നിങ്ങളിൽ സമ്പത്തും ഐശ്വര്യമുള്ളവർ ബന്ധുക്കൾക്കും അഗതികൾക്കും, ഊലുൽ ഖുർബ ബന്ധുക്കൾക്കും, വൽ മസാകീന അഗതികൾക്കും, വൽ മുഹാജിരീന ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്യുന്നവർക്കും കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്യരുതെന്ന് അള്ളാഹു അറിയിക്കുകയാണ്. വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന. നിങ്ങൾ അവരോട് മാപ്പ് കൊടുക്കുകയും മാപ്പ് ചെയ്യുകയും അവരോട് വിശാലത പുലർത്തുകയും ചെയ്യുക. അൻ യഗ്ഫിറല്ലാഹു ലക്കും. പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ് പരിശുദ്ധ ഖുർആനിൽ. അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് അള്ളാഹു പറയുന്നു. ഐശ്വര്യവും സമ്പത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. സമ്പത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടത് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സക്കാത്ത് പദ്ധതി നടപ്പിലാക്കിയത്. സക്കാത്ത് നിർബന്ധദാനമാണ്. അത് നൽകാത്തവരെ കടുത്ത ഭാഷയിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആക്ഷേപിക്കുകയും മുശ്രിക് എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. സക്കാത്ത്, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് കൊണ്ട് മാത്രം ഒരു സമ്പന്നൻ്റെ കടമ തീരുന്നില്ല. സമൂഹത്തിലെ ബന്ധുക്കളും അല്ലാത്തവരുമായ അഗതികളെ അവരന്വേഷിക്കുകയും അവർക്ക് അന്വേഷിച്ച് കണ്ടെത്തുകയും അവർക്ക് സംരക്ഷണം നൽകണം, ദാനധർമ്മം ചെയ്യണം, നന്മ. ഇതെല്ലാം ഒരു സമ്പത്ത് കൊണ്ടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്, സമ്പന്നൻ്റെ ബാധ്യതയാണ്. നന്മയുടെ വഴിക്ക് മാത്രം പണം ഉപയോഗിക്കണം. ഈ സൂക്തം ഹസ്രത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവതരിപ്പിച്ച ഒരു ആയത്താണ്. ഇത് നമുക്കൊരു ഗുണപാഠം കൂടിയാണ്. ഹസ്രത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ ആയത്ത് അവതീർണമായതും. തൻ്റെ മാതൃ സഹോദരിയുടെ പുത്രനായ മിസ്തഹിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധാരാളം ആനുകൂല്യങ്ങൾ നൽകിയിരുന്നു. ആരും സഹായത്തിനില്ലാത്ത മിസ്തഹിന് അഭയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു. അതിനിടയിലാണ് ഐഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ കപട വിശ്വാസികൾ അപവാദ പ്രചരണമുണ്ടാക്കിയത്. മിസ്തഹ് താൻ അറിയാതെ ഈ അപവാദത്തിൽ പെട്ടുപോയി. മുസ്ലിം സമുദായത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഈ അപവാദ കഥ കള്ളമാണെന്നും ഐഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്നും പരിശുദ്ധയാണെന്നും തെളിയിച്ചുകൊണ്ട് ഖുർആൻ അവതരിച്ചു. മിസ്തഹിന് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. പ്രവാചക പത്നിക്കെതിരെ നടന്ന ഈ അപവാദ കഥയിൽ പങ്കെടുത്തതിന് മിസ്തഹിന്
താൻ മിസ്തഹിന് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ അപവാദ കഥയിൽ പങ്കെടുത്തതിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയിരുന്ന സഹായങ്ങൾ നിർത്തൽ ചെയ്തതായി ആണയിട്ടു മഹാനവറുകൾ പറയുകയുണ്ടായി. ഈ സംഭവത്തിന് പ്രതികാരം വീട്ടരുതെന്നും മിസ്തഹിന് സംഭവിച്ച തെറ്റ് പുറത്തു കൊടുക്കണമെന്നും അയാളെ തുടർന്ന് സഹായിക്കണമെന്നും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു ഉപദേശിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതനുസരിക്കുകയും ചെയ്തു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃക പിൻപറ്റാൻ വേണ്ടിയുള്ള ഒരാഹ്വാനം കൂടി ഈ ആയത്തിലടങ്ങിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, നിസ്സാരമായ കാര്യങ്ങൾക്ക് വാശി പിടിക്കുകയും പിണങ്ങുകയും ചെയ്യുന്നവരുടെ മുന്നിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ നിങ്ങൾ അവരുടെ വിശാലത പുലർത്തുകയും മാപ്പ് നൽകുകയും ചെയ്യുക. അൻഫറല്ലാഹുലക്കും, അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ചോദ്യം ചിന്തനീയമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ സഹജീവികളുടെ അവരുടെ തെറ്റ്, അവർക്ക് എന്തെങ്കിലും തെറ്റ് നമ്മൾക്ക് വേണ്ടി അവരെന്തെങ്കിലും പറഞ്ഞാലോ അവർ ചെയ്താലോ നമ്മൾ ആ സഹജീവികളോട് മാപ്പ് നൽകാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരികയുള്ളൂ. അതാണ് അള്ളാഹു പറയുന്നത്, യഗ്ഫിറുല്ലാഹലക്കും എന്നുള്ള ചോദ്യം നമുക്ക് ചിന്തനീയമാണ്. ജനങ്ങൾക്ക് പുറത്തു കൊടുക്കാനും ജനങ്ങളെ സഹായിക്കാനും തയ്യാറാകുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും സഹായവും അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സക്കാത്ത് നല്ല രീതിയിൽ, സമ്പത്ത് നല്ല രീതിയിൽ ചിലവഴിക്കുന്നവർക്ക് കൂടുതൽ ഐശ്വര്യമുണ്ടാകുമെന്നും ലുബ്ധന്മാർക്ക് ദാരിദ്ര്യമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ് സമ്പത്ത്. അതിനു പുറമെ അതൊരു പരീക്ഷണം കൂടിയാണ്. സമ്പത്ത് സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റ് കൂടിയാണ്. നല്ല മാർഗത്തിൽ ചിലവഴിക്കുന്നതിലൂടെ സ്വർഗവും സമ്പത്ത് നേടിത്തരുന്നു. സമ്പത്ത് നിർബന്ധദാനവും ഐച്ഛിക ദാനം സദക്കയുമാണ്. പാവപ്പെട്ടവരെ സഹായിക്കലും ആവശ്യങ്ങൾക്ക് ചിലവഴിക്കലും സമ്പത്ത് കൊണ്ടുള്ള ധർമ്മമാണ്. ഖുർആൻ പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയുന്നു, അമലു അന്നമാ അംവാലിക്കും വ ഔലാദിക്കും ഫിത്നത്തുൻ വ അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം. അള്ളാഹു പറയുന്നു, നിശ്ചയം അമലു അന്നമാ അംവാലിക്കും വ ഔലാദിക്കും ഫിത്നത്തുൻ, നിശ്ചയം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണം മാത്രമാണ്. അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലം അള്ളാഹുവിങ്കൽ മാത്രമാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മരണം എപ്പോഴും ഒരു മനുഷ്യനെ പിന്തുടരുന്ന ഒരു യഥാർത്ഥമാണ്. മരണം ആസന്നമാകുന്നതിന് മുമ്പ് ധനം പരലോകത്ത് പ്രയോജനമുള്ള കാര്യത്തിന് ഉപയോഗിച്ച് അതിനുള്ള ഉത്തരവാദിത്വം നാം പൂർണ്ണമാക്കേണ്ടതുണ്ട്. സമ്പത്ത് ചിലവഴിക്കേണ്ട ഭാഗങ്ങളിൽ ചിലവഴിക്കാതെ മരണപ്പെട്ടു പോയവർ മരണവേളയിൽ അവർ വേദനയോടുകൂടി പറയുന്നതായി ഖുർആൻ പറയുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ 63-ാമത്തെ സൂറത്താണ്. അതിൽ 10-ാമത്തെ ആയത്തിൻ്റെ അവസാനം പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. അവർ ആ മരണവേളയിൽ വളരെ വേദനയോടുകൂടി പറയുകയാണ്, വിലപിക്കുകയാണ്, റബ്ബി ലൗലാ അഖറതനി ഇലാ അജലിൻ ഖരീബിൻ വഅകുൻ മിനസ് സാലിഹീൻ. അവർ പറയുന്നു, റബ്ബി ലൗലാ അഖറതനി, അല്ലാഹുവേ എന്നെ നീ ഒന്ന് പിന്തിപ്പിക്കുകയാണെങ്കിൽ, ഈ മരണത്തെ നീ വന്ന് എനിക്ക് പിന്തിപ്പിക്കുക, ഇല അജലിൻ ഖരീബിൻ, ചെറിയ ഒരു കാലാവധിക്ക് വേണ്ടി എന്നെ നീ പിന്തിപ്പിക്കുകയാണെങ്കിൽ നാഥാ ഫഅസദ്ദക, ഞാൻ സദക്ക ചെയ്യുകയും വഅകുൻ മിനസ് സാലിഹീൻ, ഞാൻ സജ്ജനങ്ങളിൽ പെടുകയും ചെയ്തു കൊള്ളാം എന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് അവർ കരഞ്ഞു പറയുന്ന ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു മറുപടിയായി അള്ളാഹു പറയുന്നു, വലൻ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, ഒരു ശരീരത്തെയും അതിൻ്റെ കാലാവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പിന്തിപ്പിക്കുകയില്ല എന്ന് അതിന് മറുപടിയായി അള്ളാഹു പറയുന്നു എന്ന്. അപ്പോൾ ഈ സന്ദർഭം, ഈ ദാനധർമ്മം ചെയ്യാനുള്ള സന്ദർഭം ഓരോരുത്തർക്കും വളരെ വിലപ്പെട്ടതാണ്. ഈ അവസരം ഈ ലോകത്ത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഒരു മുസ്ലിമിന് അത്യന്താപേക്ഷിതമായ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്നും നന്മ ചെയ്താൽ അത് പരലോകത്ത് പ്രയോജനം കിട്ടുക തന്നെ ചെയ്യും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നന്മ ചെയ്യലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായ സഹാബാക്കൾ മറ്റ് എല്ലാ കാര്യത്തിലും എന്ന പോലെ ദാനധർമ്മത്തിലും മുന്നിലായിരുന്നു. അവർ ദാനധർമ്മം ചെയ്യാൻ മത്സരമായിരുന്നു. ഇസ്ലാമിക ഖജനാവ് കമ്മിയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധനം കൊണ്ടുവരാൻ കൽപ്പിക്കും.
അങ്ങനെ ധനം കൊണ്ട് പ്രസ്തുത ആവശ്യത്തിനായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധനം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും ധനം കൊണ്ടുവന്നു. അങ്ങനെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ ചിന്തിച്ചു, എല്ലാ കാര്യത്തിലും മുൻഗണന, ഏത് ദാനധർമ്മത്തിലും മുന്നിൽ നിൽക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇതിനെങ്ങനെ എനിക്ക് അദ്ദേഹത്തെ പിന്നിലാക്കണം, എനിക്ക് മുന്നിലാകണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് കൊണ്ടുവന്ന ആ ഒരു ഉദ്ദേശത്തിൽ മഹാനായ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന സമ്പത്തിനെ പറ്റി അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സമ്പത്തിനെ പറ്റി ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, യാ റസൂലുള്ളാഹ്, എൻ്റെ സമ്പത്തിനെ പറ്റി തങ്ങൾക്കറിയാമല്ലോ നബിയെ, ഞാൻ വളരെ ധനാഢ്യനാണ്, ഞാൻ സമ്പത്തുള്ളവനാണെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനറിയാം. പക്ഷേ എൻ്റെ സമ്പത്തിൻ്റെ നേരെ പകുതി ഞാൻ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചിലവഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഏറ്റവും കൂടുതൽ സമ്പത്ത് കൊണ്ടുവന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു ആണെന്ന് ധരിച്ചു. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. മഹാനവർകൾ പറഞ്ഞത്, യാ റസൂലുള്ളാഹ്, എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ. ഇനി എൻ്റെ വീട്ടിലുള്ളത് അള്ളാഹുവും അവൻ്റെ റസൂലും മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇങ്ങനെ ഈ രീതിയിലാണ് ദാനധർമ്മം ചെയ്യാൻ മുൻഗാമികൾ മത്സരിച്ചിരുന്നത്. ദാനധർമ്മം സമ്പത്തിനെ ശുദ്ധീകരിക്കുകയും ധനത്തോടുള്ള അത്യാഗ്രഹം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയില്ല, കോരപ്പെടുന്ന കിണറിലെ ഉറവയുണ്ടാകുകയുള്ളൂ. അല്ലാത്ത കിണർ കാലക്രമേണ വരണ്ടു പോകുമെന്ന് കാല സയ്യിദനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുൻഗാമികളായ സഹാബാക്കൾ നമസ്കാരത്തിനും നോമ്പിനുമുള്ള നിർബന്ധതയ്ക്ക് കൊടുത്തിരുന്ന പ്രാധാന്യം തന്നെയാണ് അവർ സക്കാത്തിനും കൊടുത്തിരുന്നത്. നമസ്കാരം പോലെ ഒരു അടിസ്ഥാന ഘടകമാണ് സക്കാത്തും. സക്കാത്ത് സമ്പന്നൻ്റെ ബാധ്യതയും പാവപ്പെട്ടവൻ്റെ അവകാശവുമാണ്. നമസ്കാരം ശരീരത്തിൻ്റെ ബാധ്യതയാണെങ്കിൽ സക്കാത്ത് സമ്പത്ത് കൊണ്ടുള്ള ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മത പ്രചരണത്തിനായി മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുകയുണ്ടായി. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശങ്ങൾ കൊടുത്തു. ഇതായിരുന്നു ഉപദേശം: മുആദേ, നീ യമനിലെ ജനങ്ങളോട് പറയുക, നീ ചെന്ന് പറയണം, മുആദേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും, വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അന്ത്യപ്രവാചകനാണെന്നും ഞാൻ സത്യസാക്ഷ്യത്തിൽ വഹിക്കുന്നു എന്നും അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുമുള്ള സത്യസാക്ഷ്യത്തിലേക്ക് നീ അവരെ ക്ഷണിക്കുക മുആദേ. ആ ജനങ്ങൾ അവിടെ അതിന് വഴിപ്പെടുകയാണെങ്കിൽ അടുത്തതായി നീ പറയണം, രാവും പകലുമായി രാത്രിയും പകലുമായി 5 നേരത്തെ നമസ്കാരം അള്ളാഹു നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുക മുആദേ. അതിലും അവർ വഴിപ്പെടുകയാണെങ്കിൽ അടുത്തതായി നീ പറയണം, നിങ്ങളിൽ സമ്പത്തുള്ളവർ പാവപ്പെട്ടവർക്ക് അവകാശമായ സക്കാത്തിനെ അള്ളാഹു നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുക. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ഓരോ സ്ഥലത്തും ദീനി പ്രചരണത്തിന് പോയപ്പോൾ പറഞ്ഞയച്ചത്. മഹിഷറാ ദിനത്തിൽ അള്ളാഹുവിൻ്റെ തണലില്ലാതെ ഒരു കാര്യം ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ തണലില്ലാതെ മറ്റൊരു തണലില്ലാത്ത അള്ളാഹുവിൻ്റെ തണൽ അല്ലാതെ മറ്റൊരു തണലില്ലാത്ത മഹിഷറാ ദിനത്തിൽ അള്ളാഹു 7 കൂട്ടർക്ക് തണലിട്ട് കൊടുക്കുന്നു. അതിൽ ഒരു കൂട്ടർ വലത് കൈ കൊണ്ട് ദാനധർമ്മം ചെയ്തത് ഇടത് കൈ അറിയാത്ത നിലയിൽ ദാനധർമ്മം ചെയ്തവരായിരിക്കുമെന്ന് കാല സയ്യിദിനാ റസൂലുള്ളാഹി. അതുപോലെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാനത്തിൻ്റെ പ്രയോജനത്തെ സൂചിപ്പിക്കുന്ന ധാരാളം നബിവചനങ്ങളുമുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓരോ ദിവസവും രാവിലെ 2 മലക്കുകൾ പ്രഭാതത്തിൽ വരുന്നതാണ്. അതിൽ ഒരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅ്തി മുൻഫിക്കൻ ഹലഫ, അള്ളാഹുവേ, നീ ചിലവഴിക്കുന്നവർക്ക് നീ അവർക്ക് അനുഗ്രഹം ചൊരിയണേ അല്ലാ, നീ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണേ നാഥ എന്നൊരു മലക്ക് പറയുമ്പോൾ വയഖൂലുൽ ആഖിറ, മറ്റേ മലക്ക് പറയുന്നതാണ്, അല്ലാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ, അള്ളാഹുവെ, ചിലവഴിക്കാതെ പിടിച്ചു വയ്ക്കുന്ന ലുബ്ധന്മാർക്ക് നീ നാശം നൽകണേ അല്ലാ എന്ന് ഓരോ ദിവസവും 2 മലക്ക് പ്രഭാതത്തിൽ ഓരോ വീട്ടിലും വന്ന് പറയുമെന്ന് കാല സയ്യിദിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദാനധർമ്മം നാശങ്ങളെ തടയും. അസ്സദഖത്തു റദ്ദുൽ ബലാ, ദാനധർമ്മം നാശങ്ങളെ തടയുമെന്നും നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. കാരണം എല്ലാ ജനങ്ങളും സമ്പൽ സമൃദ്ധിയിലാവുകയും
ദാനധർമ്മം കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കാൻ വൈമനസ്യമുണ്ടാക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ഒരു കാലം സമാഗതമാകും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരാൾ ദാനധർമ്മവുമായി മറ്റൊരാളുടെ അടുത്ത് ചൊല്ലുമ്പോൾ അവർ പറയുന്നതാണ്, ഇന്നലെ ഇതുമായി വന്നിരുന്നെങ്കിൽ ഞാൻ സ്വീകരിച്ചേനെ, ഇന്ന് എനിക്ക് ഈ സക്കാത്തിൻ്റെ ആവശ്യം എനിക്കില്ല, ഈ ദാനധർമ്മത്തിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം സമാഗതമാകും. അതുകൊണ്ട് നന്മ ചെയ്ത് മുന്നേറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്ത് മുന്നേറുവാൻ അള്ളാഹു നമ്മളെല്ലാം അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സക്കാത്ത് സമ്പന്നർ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ച ധനം നാളെ മഹിഷറയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വരുന്ന രംഗത്തെക്കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാവപ്പെട്ടവർക്ക് അവകാശമായ സക്കാത്ത് പിടിച്ചു വെച്ച ധനം കഴുത്തിൽ സർപ്പമായി രൂപാന്തരപ്പെട്ട് അവരെ കൊത്തുന്നുണ്ടാകും, കഴുത്തിൽ ചുറ്റി കൊത്തുന്നുണ്ടാകും. ഈ നിലയിലാണ് അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ സമ്പത്തിൽ പിശുക്ക് കാണിച്ച് പാവപ്പെട്ടവർക്ക് അത് കൊടുത്തില്ല എങ്കിൽ ആ പിടിച്ചു വെച്ച ധനം നാളെ അതിൽ നരകാഗ്നിയിലെ കണ്ടാഭരണം, അതുകൊണ്ട് അവർ ആ പിടിച്ചു വെച്ച ധനം കണ്ടാഭരണമായി കഴുത്തിൽ അണിയിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നെല്ലാം, ഇത്തരത്തിലുള്ള ശിക്ഷകളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് റിസ്ക് വർദ്ധിപ്പിക്കാനും അതിൽ നിന്ന് നന്മ ചെയ്ത് മുന്നേറാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് എന്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും നാഥ നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അല്ലാ. അതെല്ലാം അത് നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നീ ഐശ്വര്യം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങൾക്ക് നീ റിസ്ക് വർദ്ധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, വീഡിയോ കാണുന്ന എല്ലാവർക്കും, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ഭവനങ്ങളിൽ നിൻ്റെ അനുഗ്രഹം ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, നിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞ് നിൻ്റെ റിസ്കിനെ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ എല്ലാ മേഖലകളിലും, അവരുടെ ബിസിനസ്സായാലും അവരുടെ സ്ഥാപനങ്ങളായാലും നിൻ്റെ ഐശ്വര്യം അവർക്ക് ആ സ്ഥാപനങ്ങളിൽ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, അല്ലാഹുവേ, ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഖിയാമത്ത് ഭീകരമായ ദിനത്തിൽ നിൻ്റെ സിംഹാസനമായ അർശിൻ്റെ തണൽ ഞങ്ങൾക്ക് ഏകണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യമായ കരങ്ങൾ കൊണ്ട് ആനന്ദമേറിയതും പിന്നീട് ഒരിക്കലും ദാഹമുണ്ടാകാത്തതുമായ ഹൗദുൽ കൗസറിലെ പാനീയം ഞങ്ങൾക്ക് പുന്നാര നബിതങ്ങളുടെ കൈകൊണ്ട് വാങ്ങി കുടിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഉദവി ചെയ്യണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദോഷത്തെ തൊട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ആമീൻ പറഞ്ഞിട്ടുണ്ട് നാഥ. ഈ കാര്യം ഞാൻ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചെറിയ രീതി ഞാനൊന്ന് റമളാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും മനസ്സിലാക്കണം. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറഞ്ഞ ദോഷം ആർക്കെങ്കിലും പുണ്യമായ റമളാൻ മാസം വന്നെത്തി കിട്ടിയാൽ അള്ളാഹുവിനോട് പാപമോചനം തേടി അവർ പശ്ചാത്തപിച്ച് മടങ്ങിയില്ല എങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ദൂരെയായി പോകട്ടെ, അള്ളാഹു ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുകയുണ്ടായി. രണ്ടാമതായി പറഞ്ഞത്, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എപ്പോൾ എവിടെ വെച്ച് കേട്ടാലും സലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അവരും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ദൂരെയായി പോകട്ടെ, അള്ളാഹു ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ എന്ന് പറയുകയുണ്ടായി. മൂന്നാമതായി പറഞ്ഞത്, ആരുടെ മാതാപിതാക്കളായാലും വാർദ്ധക്യം മൂലം മക്കളെടുത്തായാൽ ആ മാതാപിതാക്കളെ അവർ സംരക്ഷിച്ച് മാതാപിതാക്കളെ സ്വർഗത്തിലെത്തിക്കാത്ത മക്കളെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ദൂരെയായി പോകട്ടെ, അള്ളാഹു ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും, എല്ലാ പൊന്നു മക്കളും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും അവരുടെ മാതാപിതാക്കളെ
സംരക്ഷിക്കാനുള്ള നാഫിയായ അറിവ് അവർക്ക് നൽകണേ അല്ലാ. അള്ളാഹുവെ മാതാപിതാക്കളെ സംരക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹുവെ അവരുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുമ്പോൾ അവർക്ക് ഗുണം ചെയ്യുന്ന സന്താനങ്ങളെ അള്ളാഹു അവർക്ക് നൽകണേ അല്ലാ. അള്ളാഹുവെ എൻ്റെ പൊന്നുമോൾ ഞങ്ങളുടെയും മോളെ മാതാവിനെയും പിതാവിനെയും നല്ലതുപോലെ സംരക്ഷിക്കുന്ന ഒരു മോളാണ് നാഥ. അള്ളാഹുവെ എൻ്റെ പൊന്നുമോൾക്ക് ദീർഘായുസും ആഫിയത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും, എല്ലാ പൊന്നുമക്കളും, എല്ലാ പ്രിയ സഹോദരങ്ങളും അവരുടെ മാതാപിതാക്കളെ സംരക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മക്കളാക്കണേ അല്ലാ. അത് കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തം നേടി ആ മക്കൾക്കും സ്വർഗവാസികളാകുവാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. آمين يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم تقبل صيامنا. اللهم تقبل ركوعنا وسجودنا برحمتك يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا يا كريم. فاعف عنا يا رحيم. فاعف عنا يا أكرم الأكرمين. اللهم اغفر لنا ذنوبنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به مني منا إنك أنت السميع القريب برحمتك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا رب العالمين. السلام عليكم ورحمة الله.